ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിസർച്ച് മെത്തഡോളജിയിലെ മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ആണ്. വാട്ട് ഈസ് റിസർച്ച്? റിസർച്ച് ഈസ് ദ സെർച്ച് ഫോർ നോളേജ്. അറിവിന് വേണ്ടിയുള്ള അന്വേഷണമാണ് റിസർച്ച്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ അവിടെ നമ്മുടെ റിസർച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ പുറത്തോട്ട് ടൗണിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ മാത്രം ഭയങ്കര തിരക്ക്, അവിടുന്ന് മാത്രം ആൾക്കാർ സാധനം വാങ്ങുന്നു. സിമിലർ പ്രൊഡക്ട്സ് വിൽക്കുന്ന ചുറ്റുവട്ടത്തുള്ള കടകളിൽ നിന്നൊന്നും ആൾക്കാർ സാധനം വാങ്ങുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ വരും, വൈ? എന്ത് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടിയത്? അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണോ, അല്ലെങ്കിൽ അവരുടെ പ്രൈസ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ പ്രൊമോഷൻ എന്താണ്? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഷോപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ അവിടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് ഈസ് എ ജേർണി ഫ്രം നോൺ ടു അൺനോൺ. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നും അറിയത്തില്ലാത്തതും കൂടെ കണ്ടുപിടിക്കാനുള്ള ജേർണിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കടയിൽ മാത്രം ആളുകൾ കയറുന്ന എക്സാമ്പിളിൻ്റെ കേസിൽ 3 കടകൾ അവിടെ ഉണ്ടെന്ന് വെച്ചോ. 3 കടകൾ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരേപോലെ ഇരിക്കുന്നു. നമുക്കറിയാം നല്ലൊരു പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്രൊഡക്റ്റ്, നല്ലൊരു പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നല്ല പ്രൊമോഷൻ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടെങ്കിൽ വിറ്റ് പോകുമെന്നറിയാം. ഓക്കെ, എങ്കിലും ഈ 3 ഷോപ്സിൽ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ കൂടുതൽ കച്ചവടം കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? നമുക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കസ്റ്റമർ പെർസെപ്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറിയാം. എങ്ങനെ ആളുകൾ ഒരു കടയിൽ കൂടുതൽ കയറാൻ ചാൻസ്, എന്തൊക്കെയാണ് അതിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ ആൾക്കാർ കൂടുതലായിട്ട് കയറാൻ കാരണം എന്താണ്? അതാണ് അറിയാവുന്നതിൽ നിന്നും അറിയാത്തില്ലാത്തതിലോട്ടുള്ള ജേർണി. അങ്ങനെ നടത്തുന്ന പഠനങ്ങളാണ് റിസർച്ച്. ഓക്കെ, ഇനി കുറച്ചുകൂടെ നല്ലൊരു മീനിങ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഓൺ എനി പർട്ടിക്കുലർ സബ്ജക്റ്റ് ത്രൂ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ ഓഫ് ഡേറ്റ. എന്താണ്? ഇതൊരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്, ആഴത്തിലുള്ള പഠനമാണ് റിസർച്ച്. എന്തിൻ്റെ സഹായത്തോടെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ്. നമ്മൾ ഓരോ പഠനം നടത്താനുമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഏർലി സയൻറ്റിസ്റ്റുകൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഡേറ്റ ക്വസ്റ്റിനെയർ വെച്ച് ഡാറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് SPSS വെച്ച് അനലൈസ് ചെയ്യുക, അങ്ങനെ എല്ലാത്തിനും സയൻറ്റിഫിക് മെത്തേഡ്സ് ഉണ്ട് അതിൻ്റേതായ. അപ്പോൾ ഇൻഡെപ്ത് സ്റ്റഡിയാണ്. ഇൻഡെപ്ത് സ്റ്റഡി എങ്ങനെയാണ് നടത്തുന്നത്? സയൻറ്റിഫിക് മെത്തേഡ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത്. ഇനി എന്തിന്മേലാണ്? ഓൺ എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമുക്ക് എല്ലാത്തിനെയും പറ്റി ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് അറ്റ് എ ടൈം, അങ്ങനെയേ റിസർച്ച് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്, സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, വെറുതെ അല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ് റിസർച്ച്. ഓക്കെ, ഇറ്റ് ഈസ് ത്രൂ, എങ്ങനെയാണ് ഈ പഠനം നടത്തുന്നത്? ത്രൂ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്താണ് നമ്മൾ ഇങ്ങനെയുള്ള പഠനം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഓൺ എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. എങ്ങനെ? ത്രൂ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ആൻസർ സർട്ടൻ ക്വസ്റ്റ്യൻസ് വിച്ച് ഹാവ് നോട്ട് ആൻസേർഡ് ടിൽ ഡേറ്റ്. ഇതുവരെ ഉത്തരം കണ്ടുപിടിക്കപ്പെടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ യാത്രയാണ് റിസർച്ച്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ വെച്ച് എന്തൊക്കെയാണ് റിസർച്ചിൽ വരുന്നത്? റിസർച്ച് ഇൻവോൾവ്സ് ക്ലിയർ ഡെഫിനിഷൻ ഓഫ് പ്രോബ്ലം. കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നം, കൃത്യമായിട്ടുള്ളൊരു സബ്ജക്റ്റ്, കൃത്യമായിട്ടുള്ളൊരു ടൈറ്റിൽ. നമ്മൾ എന്തിനാണ് സ്റ്റഡി നടത്തുന്നത്, എന്തിനെ പറ്റിയാണ് സ്റ്റഡി നടത്തുന്നത്, എന്താണ് നമ്മുടെ പ്രോബ്ലം, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം പരിഹരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കാൻ. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലാണല്ലോ അവിടെ ഡിസിഷൻ എടുക്കുകയോ ഇന്നോവേഷൻ നടക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾക്ക് ടെക്സ്റ്റൈൽസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ബാക്കി 2 കടകൾക്കും ലാഭം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അവരെങ്ങനെ അവരുടെ പ്രോഫിറ്റ് കൂട്ടുക, എല്ലാവരും പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പം നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ എക്സാമ്പിൾ ഒരു കടയ്ക്ക് മാത്രമേ ലാഭം കിട്ടുന്നുള്ളൂ. അപ്പം ബാക്കി ഷോപ്സ് ഏത് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ അവർക്കും ലാഭം കിട്ടും. അതാണ് പ്രോബ്ലം. അങ്ങനെ ഏതൊരു റിസർച്ചിലും ഒരു കൃത്യമായിട്ടുള്ള റിസർച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കണം. ആ പ്രോബ്ലത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിരിക്കണം നമ്മൾ റിസർച്ച് നടത്തുന്നത്. രണ്ടാമത്തെ റിസർച്ചിൽ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഒരു അസംഷൻ കാണും, ഇങ്ങനെ ഒക്കെ ആയിരിക്കാം നമ്മുടെ റിസൾട്ട്. അത് നമ്മൾ ഫ്യൂച്ചറിൽ
പ്രൂവ്, അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ഹൈപ്പോത്തിസിസ് കാണും. ഇനി അടുത്തത് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്ത് അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്താണ് നമ്മൾ റിസർച്ച് റിസൾട്ട്സ് കണ്ടുപിടിക്കുന്നത്. സോ റിസർച്ച് ഇൻവോൾവ്സ് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഇനി റിസർച്ച് ഇൻവോൾവ്സ് റിലേറ്റിംഗ് ദ ഫൈൻഡിങ്സ് ടു എക്സിസ്റ്റിംഗ് തിയറീസ് ആൻഡ് ഏർലിയർ ഫോർമുലേറ്റഡ് തിയറീസ്. നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ട തിയറി ആയിട്ട് റിലേറ്റ് ചെയ്യണം, കണക്റ്റ് ചെയ്യണം. പഴയ തിയറി ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ കണ്ടുപിടിച്ചത് അതിനോട് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ പറയണം. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ്, ആദ്യം നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞ് ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞ് ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യണം, അതിൻ്റെ റിസൾട്ട്സ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഇത്രയും എലമെൻറ്റ്സ് ഒരു റിസർച്ചിൽ വേണം. ഓക്കെ, അപ്പോൾ റിസർച്ചിൻ്റെ മീനിങ്ങും എലമെൻറ്റ്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഫേമസ് ഡെഫിനിഷനാണ് ക്ലിഫോർഡ് വുഡിയുടെ. റിസർച്ച് ഈസ് എ മെത്തേഡ് ഫോർ ഡിസ്കവറി ഓഫ് ട്രൂത്ത് ഡിസ്കവർ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. വിച്ച് ഈസ് റിയലി എ മെത്തേഡ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ട്രൂത്ത് ഡിസ്കവറി പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ് കംപ്രൈസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്. കൃത്യമായ ഒരു റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്തിരിക്കണം, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. വെറുതെ നമ്മൾ ഒറ്റ സ്റ്റേജിൽ നമുക്കിപ്പോൾ തോന്നുവാണ് ഇതാണ് പ്രോബ്ലം, അങ്ങനെ സ്റ്റേറ്റ് ചെയ്യുമല്ല. ഫ്യൂച്ചറിൽ റിസർച്ച് പുരോഗമിക്കുമ്പം റിസർച്ച് പ്രോബ്ലവും നമ്മൾ റീഡിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് ഓർ സജസ്റ്റഡ് സൊല്യൂഷൻ. ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഇതായിരിക്കും സൊല്യൂഷൻ എന്നുള്ള അസംഷൻ, ടെൻറ്റേറ്റീവ് അസംഷൻസ് ഫോർമുലേറ്റ് ചെയ്യണം. തേർഡ് സ്റ്റേജ് എന്താണ്? കളക്റ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡേറ്റ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് കോഡ് ചെയ്ത് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് മേക്കിംഗ് ഡിഡക്ഷൻസ് ആൻഡ് റീച്ചിങ് കൺക്ലൂഷൻ. നെക്സ്റ്റ് സ്റ്റേജാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ വെച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കൺക്ലൂഷനിലോട്ട് എത്തുക. ആൻഡ് അറ്റ് ലാസ്റ്റ് carefully testing the conclusion to determine whether they fit the formulating hypothesis. അറ്റ് ലാസ്റ്റ് എന്താണ്? നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത നമ്മുടെ കൺക്ലൂഷനും നമ്മുടെ ഹൈപ്പോത്തിസിസും തമ്മിൽ മാച്ചാവുന്നുണ്ടോ, ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ ചെയ്യുന്നത് എന്നുള്ള ടെസ്റ്റിങ്ങും കൂടെ നടത്തുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റിസർച്ചിൽ വരുന്നത്? ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് ഓർ സജസ്റ്റഡ് സൊല്യൂഷൻ, collecting and organizing and evaluating data, making deductions and reaching conclusion, and testing conclusion to determine whether they fit the formulating hypothesis. രണ്ട് സ്മോൾ ഡെഫിനിഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്, മറ്റേത് പാടായിട്ടുള്ളവർക്ക് വേണ്ടി. ക്രസ്വെലിൻ്റെ ഡെഫിനേഷനാണ് റിസർച്ച് ഇസ് എ പ്രോസസ് ഓഫ് സ്റ്റെപ്സ് യൂസ്ഡ് ടു കളക്ട് ആൻഡ് അനലൈസ് ഇൻഫർമേഷൻ ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ടോപ്പിക് ഓർ ഇഷ്യൂ. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇഷ്യൂവിനെ പറ്റി അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാൻ വേണ്ടിയുള്ള സ്റ്റെപ്സാണ് റിസർച്ച്. അത് മാർട്ടിൻ ഷട്ടിൽവർത്തിൻ്റെ ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ് ഓഫ് ദ വേർഡ് റിസർച്ച് ഇൻക്ലൂഡ്സ് എനി ഗ്യാതറിംഗ് ഓഫ് ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് ഫാക്ട്സ് ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളേജ്. നോളേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡേറ്റയോ ഇൻഫർമേഷനോ ഫാക്ട്സോ എന്തെങ്കിലും ഒരുമിച്ച് ചേർത്താൽ അതൊരു റിസർച്ചാണെന്നാണ് മാർട്ടിൻ ഷട്ടിൽവർത്ത് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് റിസർച്ചും കൂടെ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്നതാണ് റിസർച്ചിനൊരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം റിസർച്ചിൻ്റെ ഫസ്റ്റ് ഫീച്ചറും അതാണ്, റിസർച്ച് ഹാവ് എ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം. കൃത്യമായിട്ടുള്ള പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനായിരിക്കും നമ്മൾ റിസർച്ച് നടത്തുന്നത്. സോ കൃത്യമായിട്ടുള്ളൊരു പ്രോബ്ലം വേണം, അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം, അത് കൃത്യമായി ഡിഫൈൻ ചെയ്യണം, റിസർച്ചിൽ പറഞ്ഞിരിക്കണം ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, സെക്കൻഡാണ് റിസർച്ച് ഈസ് പർപ്പസീവ്. ഒരു പർപ്പസും ഇല്ലാതെ ചെയ്യുന്നതല്ല, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടെ, ഒരു കൃത്യമായ ഉദ്ദേശത്തോടെ, കൃത്യമായ ഒരു കാലയളവിലോട്ട് ചെയ്യുന്നതാണ് റിസർച്ച്. അപ്പോൾ റിസർച്ചിനൊരു പർപ്പസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കേസിലൊക്കെ റിസർച്ച് നടത്തുന്നത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ അക്കാഡമിഷ്യൻസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഡിഗ്രി കിട്ടുക. അപ്പം റിസർച്ചിന് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പുറമേ ഉള്ള റിസർച്ചിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? നോളേജ് ഇൻക്രീസ് ചെയ്യുക, അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളേജ്. ഓക്കെ, അടുത്തതാണ് ബേസ്ഡ് ഓൺ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ റിസർച്ചിനും ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടായിരിക്കും. എന്താണ് റിസർച്ച് ഡിസൈൻ? അതൊരു പ്ലാൻ ഓഫ് ആക്ഷനാണ്. എങ്ങനെ റിസർച്ച് കണ്ടക്ട് ചെയ്യണമെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് റിസർച്ച് തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ ആദ്യം പോയി
എന്നാ ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടല്ല പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കാര്യം മാത്രമാണ് റിസർച്ച്. പിന്നെ സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ. ഒരു പ്ലാനിനെ ബേസ് ചെയ്ത് ലോജിക്കിനെ കൂടെ അടിസ്ഥാനമാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ പോകുന്ന കാര്യമാണ് റിസർച്ച്. ഇറ്റ് റിക്വയർ സർട്ടൻ സ്കിൽ ആൻഡ് എക്സ്പെർട്ടൈസ്. എല്ലാവർക്കും റിസർച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അറിവിനോടുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് മെൻറ്റാലിറ്റി, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിസർച്ച് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ആ കുറച്ച് ക്വാളിറ്റീസൊക്കെ ഉള്ളവർക്ക് മാത്രമേ നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അഡീഷൻ ടു നോളേജ്. റിസർച്ചിൻ്റെ മറ്റൊരു ഫീച്ചറാണ് അഡീഷൻ ടു നോളേജ്. നോളേജിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ റിസർച്ചും എക്സിസ്റ്റിംഗ് നോളേജിലോട്ട് ആഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആയിരിക്കണം. അങ്ങനെ അല്ലാത്തതൊന്നും റിസർച്ചായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഓക്കെ. പ്രൈമറി ഓർ സെക്കൻഡറി ഡേറ്റ. റിസർച്ചിൽ ഡേറ്റ അത്യാവശ്യമാണ്. ഡേറ്റേനെയാണ് നമ്മൾ ഇൻഫർമേഷനായിട്ട് മാറ്റുന്നത്. ഈ ഡേറ്റ പ്രൈമറി ആവാം, ഫസ്റ്റ് ഹാൻഡ് ആവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കളക്ട് ചെയ്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് റിസർച്ച് നടത്താം. സോ ദ സോഴ്സ് ഓഫ് ഡേറ്റ ഈസ് പ്രൈമറി ഓർ സെക്കൻഡറി, എന്തായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ദ നേച്ചർ ഓഫ് സ്റ്റഡീസ് ഈതർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ്, രണ്ടായാലും കുഴപ്പമില്ല. ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് നടത്താം. ഇതൊന്നും ഉപയോഗിക്കാതെ ക്വാളിറ്റേറ്റീവായിട്ട് നമുക്ക് ജസ്റ്റ് ഫീച്ചേഴ്സൊക്കെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്ത് അങ്ങനെയും നമുക്ക് റിസർച്ച് നടത്താം. ഓക്കെ. എല്ലാം മെഷർ ചെയ്യുകയോ എല്ലാം നമ്മൾ നമ്പേഴ്സിലോട്ടാക്കുകയോ എല്ലാം ടെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യണമെന്നും നിർബന്ധമില്ല. റിസർച്ച് ഒന്നെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നടത്താം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവായിട്ടും നടത്താം. അടുത്തത് ക്ലിയർ റിപ്പോർട്ടിംഗ്. റിസർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. റിസർച്ചിൽ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ട്. എന്ത് വർക്ക് ചെയ്താലും എന്താണ് നമ്മൾ ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അത് പ്രസൻറ്റ് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ്. റിസർച്ചിന് കൃത്യമായിട്ടുള്ള റിസർച്ച് പ്രോബ്ലം വേണം, റിസർച്ചിനൊരു പർപ്പസ് ഉണ്ടാവണം, റിസർച്ച് ഡിസൈനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, സിസ്റ്റമാറ്റിക് ആണ്, സ്കില്ല് വേണം, നോളേജ് ബാങ്കിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ വെച്ചും ചെയ്യാം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവായിട്ടോ ക്വാളിറ്റേറ്റീവായിട്ടോ ചെയ്യാം. ക്ലിയർ ആയിട്ടുള്ളൊരു റിപ്പോർട്ടിംഗ് വേണം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.